പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 217 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഈ എപ്പിസോഡിൽ സത്യനമസ്കാരികളായ സഭയുടെ ആരാധന അറിവില്ലായ്മയിലൂടെയോ അവഗണന മൂലമോ ബിംബാരാധനയായി വിഗ്രഹാരാധനയായി മാറ്റപ്പെടുന്ന ദുഃഖകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് ധൂപപീഠം, ധൂപാർപ്പണം എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. 9-ാം വാക്യത്തിൽ അന്യധൂപം അർപ്പിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതുപോലെ അന്യ അഗ്നിയെക്കുറിച്ച് ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിലും എഴുതിയിട്ടുണ്ട്. അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂമും കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപവർഗവുമായി വന്ന് ധൂപം കാട്ടിയത് നിയമവിരുദ്ധമായിരുന്നു. ഇതിനെ അന്യാഗ്നിയായി വിശേഷിപ്പിക്കുന്നു. അവർ ധൂപം തെറ്റായിട്ട് അർപ്പിച്ചതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധൂപാർപ്പണം യാഗത്തിൻ്റെ ഭാഗമാണ്. അത് തെറ്റായി അർപ്പിക്കുന്നത് മരണകരവുമാണ്. പഴയ നിയമ ആരാധനയിൽ യാഗപീഠവും ധൂപപീഠവും വെവ്വേറെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമ സഭയ്ക്ക് ധൂപപീഠവും യാഗപീഠവും ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് ആകുന്നു. കുരിശ് എന്നത് പുതിയ നിയമസഭയുടെ യാഗപീഠമാണെന്നുള്ള വസ്തുത നാം നല്ലവണ്ണം ഗ്രഹിക്കണം. കുരിശും മെഴുതിരി കാലുകളും വെച്ചിട്ട് അതിന് ചുറ്റുമായി ധൂപം അർപ്പിക്കുന്നത് കുരിശ് യാഗപീഠമായതുകൊണ്ട് തന്നെയാണ്. നസ്രാണിയുടെ ദൈവാലയത്തിൽ നിലവിളക്കിൻ്റെ മുകളിൽ കുരിശു വയ്ക്കുവാനായി തിരുവിതാംകൂർ രാജാവ് അനുവദിച്ച് വിളംബരം ചെയ്തിട്ടുള്ളത് വഴിയാണ് നമ്മുടെ നിലവിളക്കിൻ്റെ മുകളിൽ കുരിശ് വയ്ക്കുവാനായിട്ട് സംഗതിയായിട്ടുള്ളത്. ഹിന്ദുക്കളുടെ നിലവിളക്കിൻ്റെ മുകളിൽ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത്. ചിലർ അതിനെ താമരമുട്ടാണെന്ന് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഹിന്ദു ആചാര്യന്മാർ അത് ശിവലിംഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. താമരമുട്ടാണെങ്കിൽ തന്നെയും അത് ശ്രീകൃഷ്ണൻ്റെ പ്രതീകമായിട്ടാണ്, താമരക്കണ്ണൻ എന്ന് അവർ പറയുന്ന ആ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയായിട്ടാണ് അവരതിൽ കാണുന്നത്. ഇത് രണ്ടും വിഗ്രഹങ്ങളാണ്. ദൈവമക്കൾക്ക് അത് വെച്ച് ആരാധിക്കുവാനുള്ള അനുവാദമില്ല. നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് അന്യധൂപവും അന്യ അഗ്നിയും മരണാർഹമായ പാപവും ആയിത്തീരുന്നു എന്ന വസ്തുത മനസ്സിലാക്കണം. നമ്മുടെ ഭവനങ്ങളിലും ദൈവാലയങ്ങളിലും അതുപോലെ പിതാക്കന്മാരുടെ കല്ലറയെങ്കിലും എല്ലാം ഈ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയുള്ളതായ വിളക്ക് വെച്ച് അവിടെ ധൂപം അർപ്പിക്കുന്നത് ദുഃഖകരവും മരണകരവുമായിരിക്കുന്ന ഒരു പാപത്തെ ആണ് നാം ദൈവസന്നിധിയിൽ തിരിച്ചറിയാതെ പോകുന്നത്. ഇത് സഭയുടെ ഉന്നതാധികാര സമിതികൾ വ്യക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് സത്യ ആരാധനയ്ക്ക് ഉപയോഗിക്കേണ്ട ആരാധനാ വസ്തുക്കളെ കുറിച്ചുള്ള പിതാക്കന്മാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന സഭയുടെ പാരമ്പര്യത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ള തീരുമാനങ്ങളും കൽപ്പനകളും ഉണ്ടാകേണ്ടതും നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ദൈവാലയങ്ങളിൽ നിന്നും ഈ ശിവപ്രതിഷ്ഠയുള്ളതായ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയാകുന്ന വിളക്കുകൾ എടുത്തു മാറ്റി രാജകീയ വിളംബര പ്രകാരമുള്ള കുരിശ് വെച്ച വിളക്കുകൾ തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാകുന്നു. കേട്ട ഏവർക്കും നന്ദി. തന്നെ കോട്ടച്ചൻ.